അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പൊന്നാനി പഴയ ജുമാഅത്ത് പള്ളിയിലാണ് സിയാറത്തിന് വേണ്ടി ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഒരുപാട് അത്ഭുത കാഴ്ചകൾ അൽഹംദുലില്ലാഹ് ഇന്നും ഈ പള്ളിയിലും പരിസരങ്ങളിലും നിലനിൽക്കുകയാണ്. പള്ളിയുടെ ഉൾഭാഗമാണ്. ഇൻഷാ അല്ലാഹ് ചില കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ്. പൊന്നാനി വളക്കത്തിരിക്കുന്ന സമ്പ്രദായം നമുക്കൊക്കെ അറിയാം. പൊന്നാനി ജുമാഅത്ത് പള്ളിയുടെ ഏറ്റവും അകത്ത പള്ളിയിലാണ് ഈ വളക്ക് സ്ഥിതി ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ തഹ്സീലിന് വേണ്ടി പള്ളി ദർസിൽ ഓത്ത് കഴിഞ്ഞാൽ തഹ്സീൽ എടുക്കാൻ വേണ്ടി ഉസ്താദുമാർ വന്നിരുന്ന, മുത്തഅല്ലിമീങ്ങൾ വന്നിരുന്ന സ്ഥലമാണ് ഈ സ്ഥലം. ഈ വിളക്കിൻ്റെ ചുവട്ടിൽ ചുറ്റുഭാഗവും ഇരുന്ന് രാപ്പകൽ വ്യത്യാസമില്ലാതെ കിതാബ് മുത്താല ചെയ്ത് പഠിക്കുകയായിരുന്നു പഴയ കാലത്തെ രീതി. ഇന്നിവിടെ ദർസ് അൽഹംദുലില്ലാഹ് ഉണ്ട്. വടക്കത്തിരിക്കുന്ന സമ്പ്രദായം ഇപ്പോൾ നിലവിലില്ലെങ്കിലും അൽഹംദുലില്ലാഹ് അതിൻ്റെ എല്ലാ ആധാറുകളും ഇവിടെ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ സിത്തുമാവിയും ഇതിൻ്റെ അടുത്തിരുന്ന് ദുആ ചെയ്യാണ് ഇൽമ് കിട്ടാൻ വേണ്ടി. ധാരാളം ആലിമീങ്ങൾ ഈ വളക്കത്തിരുന്ന് ഇവിടുന്ന് ഒരുപാട് ഇൽമുകൾ കരഗതമാക്കി പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നല്ല ഇൽമ് കിട്ടാൻ വേണ്ടി, ഉപകാരപ്രദമായ അറിവ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാണ്. അല്ലാഹുവേ, ഇവിടെ പഠിച്ചുപോയ ആയിരക്കണക്കിന് ഉലമാക്കളുടെ പോരിശ കൊണ്ട്, ഇവിടെ ദർസ് നടത്തിയ ധാരാളം ഔലിയാക്കന്മാരുടെ കറാമത്ത് കൊണ്ട്, പോരിശ കൊണ്ട് ഈ പള്ളിക്കാട്ടിൽ എന്ത് വിശ്രമം കൊള്ളുന്ന മഹാന്മാരായ മഖ്ദൂമിങ്ങളടക്കമുള്ള മഹത്തുക്കളുടെ പോരിശ കൊണ്ട് നാഫിയായ ഇൽമ് ഞങ്ങൾക്കും മക്കൾക്കും നീ നൽകണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഇൽമ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. നമ്മുടെ പള്ളിയുടെ മിമ്പറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പള്ളികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരുപാട് സ്റ്റെപ്പുകൾ ഈ മിമ്പറിനുണ്ട്. ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ചുറ്റുഭാഗവും ചെരുവാണ്. പള്ളിയുടെ ചുറ്റുഭാഗമാണ് ഇപ്പോൾ ഉള്ളത്. മുകൾ ഭാഗമൊക്കെ മരം കൊണ്ട്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരമാണ്. ഇത് പള്ളിയുടെ ചുറ്റുഭാഗമാണ്. 4 ഭാഗവും സ്ഥലമുണ്ട് വിശ്രമിക്കാനും ഖുർആനോ പാരായണം ചെയ്യാനും. പള്ളിയുടെ പുറം ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഉസ്മാൻ റഹ്മത്തുള്ളാഹി ധാരാളം കിതാബുകൾ രചിച്ച മഹാനവറുകളുടെ ഗ്രന്ഥം ഇന്നും പള്ളി ദർസുകളിൽ സുലഭമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കിതാബുകളാണ്. അൽഹംദുലില്ലാഹ് മഹാനവറുകളുടെ ഒരു കറാമത്ത് കൂടി ഇവിടെ പ്രകടമാണ്. പള്ളിയുടെ പുനർനിർമ്മാണ ഘട്ടത്തിൽ മഹാനവറുകളുടെ ഈ മഖ്ബറ ഇങ്ങോട്ട് സ്വയം നീങ്ങിയതാണെന്നാണ് ചരിത്രത്തിൽ കാണപ്പെടുന്നത്. പള്ളിയുടെ ഈ ചെരുഭാഗം നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഇതെന്നും പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ധാരാളം ഖബറുകൾ മാറ്റപ്പെട്ട കൂട്ടത്തിൽ പെടാതെ സ്വയം നേരം പുലർന്നപ്പോഴേക്ക് ഈ ഖബർ ഇങ്ങോട്ട് മാറി നിന്ന അതിൻ്റെ ഒരു അടയാളങ്ങളുമൊക്കെ ഇവിടെ പ്രകടമാണ്. അങ്ങനെയാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ധാരാളം ആളുകൾ മഖ്ദൂമിങ്ങളും അല്ലാത്തവരുമായ ഉലമാക്കളും സാധാരണക്കാരും സയ്യിദന്മാരുമൊക്കെ പൊന്നാനിയുടെ ഈ പള്ളിക്കാട്ടിൽ എന്ത് വിശ്രമം കൊള്ളുന്നുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. പിന്നെ എടുത്തു പറയേണ്ട കാഴ്ച മുകളിലേക്കുള്ള സ്റ്റെപ്പാണ്. പള്ളിയിൽ നിന്ന് 2 സ്റ്റെപ്പ് സാധാരണ പടവ്, അതിൻ്റെ ശേഷം കുത്തനെ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ധാരാളം സ്റ്റെപ്പുകളോട് കൂടിയുള്ള
മരത്തിൻ്റെ കോണിയിലൂടെയാണ് മുകൾ തട്ടിലേക്ക് പോവുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മുകളിലെ കുറേ കാഴ്ചകൾ കാണാനുണ്ട് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. പൊന്നാനി പള്ളിയുടെ മുകൾ ഭാഗം 1-ാം നില. ഇവിടെ ദർസ് ഭംഗിയായി നടക്കുന്നുണ്ട്. ധാരാളം മുത്തഅല്ലിമീങ്ങൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ അടയാളങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിങ്ങനെ കാണുമ്പോൾ നമ്മുടെ പള്ളി ദർസ് ജീവിതം ഓർമ്മ വരികയാണ്. അൽഹംദുലില്ലാഹ്. വളരെ സന്തോഷമായ, പല ദേശത്തുള്ള കൂട്ടുകാരൊന്നിച്ച് ഒരു കുടുംബം പോലെ ജീവിക്കുന്ന, എന്നും സന്തോഷത്തോടെ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ജീവിതമാണ് ദർസ് ജീവിതം. ഇനി 2-ാം നിലയിൽ നിന്ന് നമുക്ക് മറ്റൊരു നിലയിലേക്കുള്ള കൂടി ഇവിടെ ഉണ്ട്. റോഡ് ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്ന പള്ളിയുടെ ഭാഗമാണ്. റോട്ടിൽ നിന്ന് ഇൻഷാ അല്ലാഹ് അതിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. വളരെ വൃത്തിയും വളരെ അത്ഭുതകരവുമായ പണിയാണ്, നിർമ്മാണമാണ് ഇവിടെയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. പള്ളിയുടെ കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ പള്ളിക്കാട് വിശാലമായി കാണുന്നു. മീസാൻ കല്ലുകൾ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ ശൈഖ് അവറുകളുടെ മക്കാമടക്കം ഇവിടുന്ന് വൃത്തിയായി കാണുന്നുണ്ട്. നമ്മുടെ 1-ാം നിലയിൽ നിന്ന് വീണ്ടും ഒരു കോണി ഇവിടെ ഉണ്ട്. അതിന് മുകളിലേക്ക് നമ്മളൊന്ന് കയറി നോക്കുകയാണ്. സിത്തും ആവിയും ഇവിടെ ഉണ്ട്. അവർക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ചെറിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കയറുന്നുണ്ടോ? അവിടെ ചെറിയൊരു കൂടുണ്ട്, ജിന്നുകളുടെ കൂട്. ശ്രദ്ധിച്ച് കയറണം കേട്ടോ. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്, പിടിച്ച് കയറണം. ഇതാണ് അതിൻ്റെ 3-ാം നില. മുഴുവനും മരമാണ്. മരത്താൽ നിർമ്മിക്കപ്പെട്ട അത്ഭുതം നിലനിൽക്കുന്ന ഒരു പള്ളി. അൽഹംദുലില്ലാഹ്. റോട്ടിൽ നിന്നുള്ള കാഴ്ച ഇവിടേക്കാണ് കാണുക. ഇൻഷാ അല്ലാഹ് റോട്ടിൽ നിന്ന് നമ്മളതിൻ്റെ കാഴ്ച എടുക്കുന്നുണ്ട്. കാണില്ലേ? നോക്കണം ഇതിൻ്റെ മരം. ഇവിടെ ഈ പള്ളി നിർമ്മിച്ച ആശാരിയുടെ പേരൊക്കെ കൊത്തിവെച്ചതായി അറിയപ്പെടുന്നുണ്ട്. നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റത്തടിയാൽ നിർമ്മിക്കപ്പെട്ടതാണ് പൊന്നാനി പഴയ ജുമാഅത്ത് പള്ളി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. മുഴുവനും പള്ളി മരത്തിലാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അൽഹംദുലില്ലാഹ്. അവേ ഇപ്പം എവിടെ നിൽക്കണേ? ഒരു തട്ട് കഴിഞ്ഞു, പിന്നെ ഒരു കോണിയും കഴിഞ്ഞ്. 2 കോണി കയറിയില്ലപ്പം. 2 കോണി അരിഞ്ഞു. ഇവിടെ ഒരു കോണി ഉണ്ട് മുകൾക്ക് കേട്ടോ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയൊക്കെ ഓതി പഠിച്ച ധാരാളം മഹാന്മാരുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ കാണിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇവിടെ മനുഷ്യർ മാത്രമല്ല, ജിന്നുകളും മലായിക്കത്തും ഒക്കെ അവരുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു കോണി ഉണ്ട്. 3-ാം കോണിയാണ്. നമ്മൾ ആദ്യൊരു കോണി കയറി, 2-ാമത്തെ കോണിയും കയറിയിട്ടാണ് ഇപ്പോൾ ഈ തട്ടുംപുറത്ത് എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് ഒരു കോണി മറ്റൊരു തട്ടുംപുറത്തൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ
നമുക്ക് അനുവാദമില്ല. അവിടെ നമുക്ക് കാണാൻ സാധ്യമല്ലാത്ത പലതും ചിലപ്പോൾ കണ്ടേക്കാം. ധാരാളം ജിന്നുകളും ഒക്കെ ഉള്ള ഒരു പള്ളിയാണ്. അതുകൊണ്ട് തന്നെ പേടിയിലും മറ്റൊന്നും പെടാതിരിക്കാനുള്ള മുൻകരുതലാണ് ഇവിടെ എഴുതി വെച്ചതിൻ്റെ അർത്ഥം. നമ്മൾ താഴത്തേക്ക് പോവാല്ലേ? പള്ളി നിർമ്മിച്ച ആശാരിയുടെ പേര് ഇവിടെ അക്ഷരങ്ങളാൽ കൊത്തപ്പെട്ടിട്ടുണ്ട്. ക്ലിയറായിട്ട് വായിക്കാനൊന്നും മനസ്സിലാവണില്ല.